പുരുഷന്മാർക്ക് IVF ട്രീറ്റ്മെൻറ്റിനെ പറ്റി ആലോചിക്കേണ്ട 5 സമയങ്ങൾ എപ്പോഴാണ്? നമ്പർ 1, അവരുടെ സെമൻ ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നു. അതിനകത്ത് സ്പേമിൻ്റെ കൗണ്ട് വളരെ കുറവാണ്, അല്ലെങ്കിൽ സ്പേമിൻ്റെ മോട്ടിലിറ്റി ചലനം കുറവാണ്, സ്പേമിൻ്റെ മോർഫോളജിയിൽ അബ്നോമാലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് IVF ട്രീറ്റ്മെൻറ്റിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. നമ്പർ 2, സ്പേം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് അസൂസ്പെർമിയ കാണുന്നു, സ്പേംസ് 0 ആണ്. അങ്ങനെയുള്ള കണ്ടീഷനിൽ ബയോപ്സി അല്ലെങ്കിൽ മൈക്രോടെസ്റ്റ് പോലെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് IVF ട്രീറ്റ്മെൻറ്റിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. നമ്പർ 3, അവർക്ക് സെക്ഷൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അവർക്ക് ഇജാക്കുലേഷൻ വരുന്നില്ല, സ്കലനം നടക്കുന്നില്ല, സ്പേം ഒരു രീതിയിൽ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ IVF പോലെ ട്രീറ്റ്മെൻറ്റുകൾ വെച്ച്, ICSI പോലെ ട്രീറ്റ്മെൻറ്റുകൾ വെച്ച് അവർക്ക് കുഞ്ഞുങ്ങൾ ആവാവുന്നതാണ്. നമ്പർ 4, നേരത്തെ IUI പോലെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നേരത്തെ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആവാത്ത ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ IVF പോലെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ആലോചിക്കാം. നമ്പർ 5, ഹസ്ബൻഡ് അബ്രോഡാണ്, പുറത്താണ്, അധിക സമയം ലീവ് കിട്ടുന്നില്ല, വരുന്നു, സ്പേം ഫ്രീസ് ചെയ്യുന്നു. ആ ഫ്രോസൺ സ്പേം വെച്ച് നമുക്ക് IVF പോലെ ട്രീറ്റ്മെൻറ്റുകൾ ആലോചിക്കാവുന്നതാണ്.